ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ വീഡിയോ. അതായത് കഴിഞ്ഞ വർഷം ഓരോ റാങ്കിനും ഓരോ കോളേജിലും എത്ര റാങ്ക് വരെയാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്, ബ്രാഞ്ച് വൈസ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നുള്ളത്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കീമിന്റെ സ്കോർ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, പ്ലസ് ടുവിന്റെ മാർക്ക് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ടോട്ടൽ മാർക്ക് അറിയാം. പക്ഷെ എന്നാലും നമുക്ക് റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഏത് റാങ്ക് വരും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലെങ്കിലും ഒരു ഐഡിയ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. സ്റ്റിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എത്ര റാങ്ക് വരെ ആണെങ്കിൽ ഗവൺമെന്റ് കോളേജസിൽ കിട്ടും, അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ബ്രാഞ്ച് കിട്ടും എന്നുള്ളത് എങ്ങനെ നോക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ പോവുക. കീം 2024 ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ്, സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിന് നോക്കിയാൽ ഫസ്റ്റ് ഫേസിൽ എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. ഏറ്റവും അവസാനം ഏകദേശം പോയതാണ്. നമുക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് നോക്കാം. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് ടു എഞ്ചിനീയറിംഗ് ബി ഫാം ആൻഡ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് ടു ആർക്കിടെക്ചർ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ വരും. ഇതിനകത്താണ് ലാസ്റ്റ് റാങ്ക് ടേബിൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം ആർക്കിടെക്ചറിന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം ബി ഫാമിന്റെ ആണ് വരുന്നത്. ബി ഫാമിന് ജോയിൻ ചെയ്യുന്നവർക്ക് അതും കൂടെ നോക്കാം. അതിനുശേഷമാണ് നമുക്ക് എഞ്ചിനീയറിംഗിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ ബ്രാഞ്ച് വൈസ് കോളേജുകളിൽ എങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് അത് ആൽഫബറ്റിക് ഓർഡറിലാണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ നോക്കാം, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് നോക്കാം. നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, സ്പെഷ്യലൈസേഷൻ ഒക്കെ ആയിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന്റെ ഒന്ന് കാണിക്കാം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. CSEയുടെ എത്ര റാങ്ക് ആണെങ്കിൽ ഗവൺമെന്റ് കോളേജിൽ കിട്ടും, CETയിൽ കിട്ടും, തൃശ്ശൂർ കിട്ടും, NSSൽ കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കമ്പ്യൂട്ടർ സയൻസിനെ ഒന്ന് കാണിക്കാം. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് CSE ആണ് കോഡ് വരുന്നത്. കോഡ് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ് അങ്ങനെ കുറെ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. അതല്ലാതെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഇവിടെയാണ് വരുന്നത്, CSE. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ഇതിൽ ആദ്യം G എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് കോളേജ് വരും, അതിന്റെ കോഡും കോളേജിന്റെ നെയിം. ടൈപ്പ് എന്ന് പറയുന്നത് G എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജ് ആണ് ഉദ്ദേശിക്കുന്നത്. S എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം കാറ്റഗറി തിരിച്ചുള്ള റാങ്കുകൾ, അതായത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പൊ നോക്കാം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ സ്റ്റേറ്റ് മെറിറ്റ് വന്നിട്ടില്ല, കാറ്റഗറി വൈസ് ആണ് പിന്നെ റാങ്ക് കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരിലാണെങ്കിൽ 3019 ആണ് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ദെൻ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയത്താണെങ്കിൽ 2445 ആണ്, 2445 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ഓവറോൾ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെ ഗവൺമെന്റ് കോളേജസും അതേപോലെ തന്നെ ഈ N എന്ന് പറയുന്നത് ലൈക്ക് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ആണ് വരുന്നത്. നമുക്കറിയാം ഗവൺമെന്റ് കോളേജസ് ഉണ്ട്, കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ഉണ്ട്, പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് കോളേജിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെ NSS, അതേപോലെ തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5000 ബിലോ നമുക്ക് റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടുള്ളൂ. കാറ്റഗറി വൈസ് ഡിഫറെന്റ് ആണ്. കാറ്റഗറി വൈസ് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നോ, അതായത് ജനറൽ സീറ്റ് അല്ല, കാറ്റഗറി വൈസ് നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ടേബിളിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഒരു എന്തായാലും 5000 ബിലോ അല്ലെങ്കിൽ ഒരു 4000 ബിലോ ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ശരിക്കും ഷുവർ ആയിട്ടും CSEക്ക് ഗവൺമെന്റ് കോളേജസ് നോക്കണ്ടുള്ളൂ. അതിന് താഴത്തേക്ക് പിന്നെ നമുക്ക് കോസ്റ്റ് ഷെയറിംഗ് കോളേജിന്റെ കാണാം. അതിനുശേഷമായിരിക്കും സെൽഫ് ഫിനാൻസിങ് കോളേജ്. N കഴിഞ്ഞിട്ട് പിന്നെ S സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്. അതിൽ നമ്മൾ സ്റ്റേറ്റ് മെറിറ്റിൽ വന്നിട്ടുള്ള റാങ്ക്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ECE കാണാം, ട്രിപ്പിളി കാണാം, അങ്ങനെ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച് ആണോ വേണ്ടത്, ഗവൺമെന്റ് കോളേജിൽ എത്ര റാങ്ക് വരെ പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇത് സെയിം ആയിരിക്കണം എന്നില്ല, പക്ഷെ ഏകദേശം ഒരു ട്രെൻഡ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഗവൺമെന്റ് കോളേജിൽ നമുക്കിപ്പോ ഒരു ചിലർ ചോദിക്കും, ഇപ്പൊ 10,000 റാങ്ക് വന്നാൽ ഗവൺമെന്റ് കോളേജിൽ കിട്ടുമോ, അല്ലെങ്കിൽ 12,000 റാങ്ക് വന്നാൽ ഗവൺമെന്റ് കോളേജിൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ബ്രാഞ്ച് അനുസരിച്ച് നമുക്ക് സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മളിപ്പോ ട്രിപ്പിളിയുടെ അവിടെയാണ് നിൽക്കുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് കോളേജിൽ നമുക്ക് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഒരു 7,000 അറൌണ്ട് റാങ്ക് വന്നവർക്കൊക്കെ ഇലക്ട്രിക്കൽ ഗവൺമെന്റ് കോളേജിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 7,000 അറൌണ്ട് വന്നിട്ടുള്ളവർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, CSE-യുടെ ഒരു ട്രെൻഡ് അല്ല ഇലക്ട്രിക്കലിന്. ഇപ്പൊ CSE നമ്മൾ കണ്ടപ്പോൾ ഒരു 4,000 അറൌണ്ട് വന്നാലേ കിട്ടുള്ളൂ. പക്ഷേ ട്രിപ്പിളി നമുക്ക് ഒരു 7,000 അറൌണ്ടിൽ ഗവൺമെന്റ് കോളേജിൽ കിട്ടും. ഇനി കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയർ, ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ബ്രാഞ്ച് അനുസരിച്ച് ഡിഫറൻസ് വരുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇതേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ 10,000 എബവ് പോയിട്ട് പോലും നമുക്ക് ഗവൺമെന്റ് കോളേജിൽ കിട്ടുന്നുണ്ട്. 10,000, 11,000, 12,000 വരെ ഗവൺമെന്റ് കോളേജസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ബ്രാഞ്ച് ആണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ട്രെൻഡ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെയുള്ള കംപ്ലീറ്റ് കീം അപ്ഡേറ്റ്സ് നമ്മൾ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.